നമ്മുടെ എല്ലാവരുടെയും ഓരോ കേരളീയന്റെയും ഇന്ത്യയുടെയും പ്രത്യേകിച്ച് ഓരോ കേരളീയന്റെയും പ്രിയപ്പെട്ട സഹാവായിട്ടുള്ള MA ബേബിക്ക് പുന്നപ്രയിലെ VSന്റെ കൂടി വീടിന്റെ സമീപത്തുള്ള അദ്ദേഹം ഇവിടെ ഇല്ല, ട്രിവാൻഡ്രത്താണ്. ഈ വീട്ടിലേക്ക് സുസ്വാഗതം. അദ്ദേഹത്തിന് എല്ലാവിധ വിപ്ലവാശംസകളും അഭിനന്ദനങ്ങളും ആദ്യമായിട്ട് നേരുകയാണ്. ഏതാണ്ട് 57 വർഷക്കാലത്തെ ദീർഘമായിട്ടുള്ള സഖാവെന്നുള്ള ബന്ധവും സുഹൃത്ത് ബന്ധവുമാണ് ബേബിയുമായി എനിക്കുള്ളത്. ഏതാണ്ട് 1967-68 മുതൽ അത് സഭ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ ഇപ്പോൾ പാർട്ടിയുടെ പരമോന്നത സമിതിയായ ഇന്ത്യയിലെ മൊത്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കാലം വരെയുള്ള വളരെ ദീർഘമായതും ഒരിക്കലും മുറിഞ്ഞു പോകാത്തതുമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും ഇന്നത്തെ സീനിയറായ മെമ്പറാണ് MA ബേബിക്ക്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നതില്ല. ഏതാണ്ട് 23 വർഷം മുമ്പ് തന്നെ സെൻട്രൽ കമ്മിറ്റിയിൽ വരികയും 13 വർഷം മുമ്പ് പോളിറ്റ് ബ്യൂറോയിൽ വരികയും ചെയ്ത സഖാവാണ് MA ബേബി. മറ്റു പല ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായി ജനറൽ സെക്രട്ടറിമാരായുള്ളവർ കഴിഞ്ഞാൽ പിന്നെ വന്നവർ ഇന്ത്യയിൽ ആകെ സഞ്ചരിച്ച് എല്ലാ സ്റ്റേറ്റുകളിലും പോയി അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃത്വവുമായും വിദ്യാർത്ഥി യുവജന നേതൃത്വങ്ങളുമായും ബന്ധപ്പെട്ട് ദീർഘകാലം പ്രവർത്തിച്ചതിന്റെ അഖിലേന്ത്യാ പരിചയം ബേബിക്ക് മാത്രമുള്ള മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ പാർട്ടി നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും, എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ബലത്തിൽ നമ്മുടെ രാജ്യത്തൊരു ജനകീയവും ജനാധിപത്യപരമായ വിപ്ലവം നടത്താൻ വേണ്ടി ഈ മുതലാളിത്ത കാലഘട്ടത്തിൽ, ഈ ബൂർഷ പാർലമെന്റ് കാലഘട്ടത്തിൽ പാർട്ടിയെ ഇപ്പോഴുള്ള കുറവുകൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവും. ഒരു വലിയ പ്രതീക്ഷ പാർട്ടി സഖാക്കളിലും പാർട്ടി അനുഭാവികളിലും ജനങ്ങൾ പൊതുവെയും ഉണ്ടായിട്ടുണ്ട്. അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന അനുഭവ പാരമ്പര്യവും രാജ്യത്തെപ്പറ്റിയുള്ള അറിവും രാജ്യാന്തര കാര്യങ്ങളുള്ള അറിവും സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ലക്ഷക്കണക്കിന് സഖാക്കളെ നേരിട്ടറിയാവുന്ന ഒരു സഖാവ് കേരളത്തിൽ നിന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എന്നുള്ളത് നമുക്കേർക്കും ഏവർക്കും നാടിനും വളരെ പ്രയോജനകരമായ കാര്യമാണ്. EMSനെ പോലുള്ളവരുമായി നമ്മൾ ഓർമ്മിക്കേണ്ട ആ കാലം വേറെയാണ്, ഈ കാലം വേറെയാണ്. EMS വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ കൂടിയൊന്നുമല്ല, അത് ആദ്യകാല സഖാക്കളാണ്. പക്ഷെ രാജ്യത്ത് മൊത്തം നല്ല പരിചയം. 1967-68 മുതൽ ബേബിയുമായി കൊല്ലത്ത് ഞങ്ങളൊരു 7-8 വർഷക്കാലം അവിടെ തന്നെയാണ് പ്രവർത്തിച്ചത്. അന്ന് ഭക്ഷണത്തിന് കാശില്ലാതെ, നല്ല ഷർട്ടും മുണ്ടുമൊന്നും വാങ്ങാനോ നനയ്ക്കാനോ ഒന്നും പൈസ ഇല്ലാത്തൊരു കാലത്താണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചത്. സമരങ്ങളും പ്രക്ഷോഭങ്ങളും മർദ്ദനങ്ങളും ജയിൽവാസങ്ങളും അടിയന്തരാവസ്ഥയിലടക്കം ഞങ്ങൾ നേരിടുകയും അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ ഒരുമിച്ചതിനെ നേരിടുകയും ജയിലിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രത്യയശാസ്ത്രത്തിലുള്ള വിപ്ലവത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലുള്ള അടിസ്ഥാന തത്വങ്ങൾ അന്നത്തെ വിദ്യാർത്ഥി പ്രവർത്തകരെല്ലാം ഞങ്ങളെല്ലാവരും നന്നായി മനസ്സിലാക്കി. ഞങ്ങൾ പഠിക്കുമായിരുന്നു, പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പോകുമായിരുന്നു, EMSന്റെ ക്ലാസ്സുകളിൽ പോകാൻ സ്വയം പഠിക്കുകയും കൂടി ചെയ്യും, വായിക്കുകയും ചെയ്യുമായിരുന്നു. ആ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന പഠനത്തിലും വായനയിലും അതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്കളങ്കമായ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് ബേബി. ഞാനിപ്പോൾ ഓർക്കുകയാണ്. വിശദാംശങ്ങളിലൊന്നും ഞാൻ കിടക്കുന്നില്ല. മിഷൻ കോളേജിലെ ആളുകൾ, കൊല്ലത്തെ പ്രവർത്തനങ്ങൾ, SFIയിലും പിന്നെ പാർട്ടിയിലുള്ള പ്രവർത്തനം, സംസ്ഥാന തലത്തിലുള്ളത്, പിന്നെ ദേശീയ തലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തികച്ചും പ്രാപ്തനും അർഹനുമായ ഒരാൾ പാർട്ടിയുടെ ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. പാർട്ടിക്ക് പല ബലഹീനതകളും ഇന്ത്യയുടെ പല ഭാഗത്തും കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് ആണെന്ന് ഉണ്ടായിട്ടുള്ളത്.
ഇന്ന് 10-25 വർഷമായി കാണും പരമാവധി. നേരത്തെ ഉണ്ടായിരുന്ന ചില സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കുറച്ച് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ പാർട്ടി എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള സോഷ്യലിസ്റ്റ് ജയിലിയുടെ തകർച്ച, അതുപോലെ തന്നെ സാമ്രാജ്യത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു മേധാവിത്വത്തിന്റെ കാലമെന്ന് കരുതിയിരുന്ന ഒരു കാലം, ഇന്ത്യയിൽ തന്നെ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോഴെല്ലാം കേരളത്തിലെ പ്രസ്ഥാനം അജയ്യമായിട്ട് നിലകൊണ്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. ഒരു സർക്കാർ ഉള്ളതുകൊണ്ട് മാത്രമല്ല, സർക്കാർ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിപ്പത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ലക്ഷണം. ഞങ്ങൾ പ്രതിപക്ഷത്ത് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9-10 വർഷക്കാലം നീണ്ടുനിന്ന മാർക്സിസ്റ്റ് വിരുദ്ധ ഭരണകാലത്ത് 25 വർഷക്കാലത്തേക്ക് ഇവിടുത്തെ മാർക്സിസ്റ്റുകാരെ അധികാരത്തിന്റെ തണലിൽ ഞങ്ങൾ കയറ്റുകയില്ല നേക്കെ ആന്റണി പ്രഖ്യാപിച്ചെന്ന കാലം അടക്കം ഞങ്ങൾ ഇതിനെ നേരിട്ട് തിരുവനന്തപുരം അധികാരത്തിൽ വന്നു, പ്രതിപക്ഷത്തായിരുന്നു. അതൊന്നും ആ ഒരു അധികാരത്തിന്റെ പ്രശ്നമല്ല പറയുന്നത്. ഈ മണ്ണിൽ, ഈ പ്രദേശത്ത് പാർട്ടി ബ്രാഞ്ചുകളും ബഹുജന പ്രസ്ഥാനങ്ങളും അതിശക്തമായി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. ഈ അനുഭവം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് പകർന്നു കൊടുത്ത് നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ച് ഇല്ലാത്തവന്നെല്ലാം വ്യാപിപ്പിച്ച് CPM-ന്റെ ശബ്ദം ഈ രാജ്യത്ത് വേറിട്ടൊരു ശബ്ദവും ദൃഢമായ ശബ്ദവും യഥാർത്ഥത്തിലുള്ള സോഷ്യലിസത്തിന്റെ വിപ്ലവത്തിന്റെ ശബ്ദവുമായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എവിടെയെങ്കിലും ക്ഷീണമുണ്ടായതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു അറിവും പരിചയവും പറഞ്ഞല്ലോ 56 വർഷക്കാലത്തിലേറെയുള്ള അനുഭവ പരിചയം 6 പതിറ്റാണ്ടോളം അദ്ദേഹത്തിനുണ്ട്. വളരെ സീനിയറായ നേതാവാണ് ഇന്ത്യയിൽ ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരിൽ ഏറ്റവും സീനിയർമാരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും നമ്മൾ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും സ്വാഗതം ഞാൻ ഈ നാട്ടിലേക്കും ഈ വീട്ടിലേക്കും പറയുകയാണ്. നാസർ ഈ പ്രസ്ഥാനത്തിൽ കൂടി വിദ്യാർത്ഥി വളർന്നു വന്ന് ആലപ്പുഴയുടെ അമരക്കാരനായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റുകളിലൊന്നായ ആലപ്പുഴയുടെ അമരക്കാരനായിരിക്കുന്ന നാസറെ ജില്ലാ സെക്രട്ടറിയെ ഞാൻ അദ്ദേഹത്തോട് സ്വാഗതം ചെയ്തു.